നമസ്കാരം, KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അബേഷ് രഘുവരൻ. പ്രധാന വാർത്തകൾ. മൂലക്കാഴ്ചയുടെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും മുറിവേൽപ്പിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് മൂലം ജലോത്സവ പൈതൃക സമിതി. ഒഴുകി അകലുന്ന ശുദ്ധജലം. കുട്ടനാട്ടുകാർ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെ അലംഭാവത്തിന്റെയും കെടുകാര്യസ്ഥതയും തെളിവാണ് പാഴാകുന്ന ഈ ശുദ്ധജലം. ശബ്ദവും വെളിച്ചവും നൽകുന്നവർ സമരത്തിലേക്ക്. ഉച്ചഭാഷിണി തൊഴിൽ മേഖലയെ നിശബ്ദമാക്കുന്ന പോലീസ് നടപടിക്കെതിരെ ലൈറ്റ് ആൻഡ് സൗണ്ട് അസോസിയേഷൻ സമരം ഈ മാസം 3-ന്. വാർത്തകൾ വിശദമായി. ചമ്പക്കുളം മൂലം ജലോത്സവത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ താൽക്കാലിക പവലിയനെ ചൊല്ലി തർക്കം. താൽക്കാലിക പവലിയൻ സൊസൈറ്റി കടവിൽ നിന്നും മാറ്റിയാൽ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാകുമെന്ന് മൂലം ജലോത്സവ പൈതൃക കർമ്മസമിതി ചെയർമാൻ VN ദിലീപ് കുമാർ ചമ്പക്കുളത്ത് KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മവുമായി ബന്ധപ്പെട്ട് മിഥുനമാസത്തിലെ മൂലം നാളിൽ നടത്തുന്ന ചരിത്ര പ്രസിദ്ധമായ ആഘോഷമാണ് മൂലം ജലോത്സവം. ഒരു ജനതയുടെ ആഘോഷത്തിന്റെയും ആത്മീയ ആചാരങ്ങളുടെയും അനുസ്മരണം കൂടിയാണ് മൂലം ജലോത്സവം. മതപരമായ വ്രണപ്പെടുത്തലുകളും ചരിത്ര നിഷേധവും അംഗീകരിച്ചു കൊടുക്കുവാൻ കുട്ടനാട്ടുകാരന് ഒരിക്കലും സാധിക്കില്ലെന്നും ദിലീപ് പറഞ്ഞു. കമ്മിറ്റി മെമ്പർമാർ ചമ്പക്കുളവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചില ആൾക്കാർ ചേർന്ന് നടത്തുന്ന ഒരു കുൽസിത ശ്രമമാണ് ഈ ചമ്പക്കുളം മൂലം വള്ളംകളിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ഏറ്റവും വലിയൊരു വിഷയത്തിന് കാരണം. ഞങ്ങൾ ചമ്പക്കുളം മൂലം ജലോത്സവ പൈതൃക കർമ്മസമിതി പറയുന്നു, മൂലം ജലോത്സവത്തിന്റെ പൈതൃകം യാതൊരു കാരണവശാലും നശിപ്പിക്കാതെ അതിന്റെ പൈതൃകം നിലനിർത്തിക്കൊണ്ട് മാത്രമേ മൂലം ജലോത്സവം ഇവിടെ നടക്കാൻ പാടുള്ളൂ. ഏതാണ്ട് 2 വർഷക്കാലം മുൻപ് വരെ സൊസൈറ്റി കടവിൽ ജലോത്സവം അവസാനിച്ച് അവിടെ നിന്നാണ് ട്രോഫികൾ ജലോത്സവത്തിന് നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ 2 വർഷക്കാലമായി ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ചില ആൾക്കാർ ചേർന്നുകൊണ്ട് ഈ ഫിനിഷിംഗ് പോയിന്റിന്റെ സ്ഥലം മാറ്റിക്കൊണ്ട് ഈ ചമ്പക്കുളത്തെ പ്രദേശത്തെ മുഴുവൻ ആൾക്കാരുടെയും വികാരങ്ങളെ മാനിക്കാതെ, ഒരാൾക്കാരുടെ പോലും വികാരങ്ങളെ മാനിക്കാതെ നടത്തുന്ന ഇത്തരം ശ്രമത്തെ ശക്തിയുക്തം എതിർക്കാൻ വേണ്ടിയിട്ടാണ് മൂലം ജലോത്സവ പൈതൃക കർമ്മസമിതി എന്ന പേരിൽ ഇവിടുത്തെ മുഴുവൻ സാമുദായിക സംഘടനകളെയും വള്ളംകളി പ്രേമികളെയും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെയും കൂടെ കൂടിച്ചേർത്ത് മൂലം ജലോത്സവ പൈതൃക കർമ്മസമിതിക്ക് രൂപം കൊടുത്തത്. ചില ആൾക്കാർ ചേർന്നുകൊണ്ട് ജലോത്സവത്തിന്റെ ഫിനിഷിംഗ് പോയിന്റ് ഏതാണ്ട് മഠം ദേവീ ക്ഷേത്രം എന്ന് പറയുന്ന മൂലം ജലോത്സവത്തില് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെക്കാൾ പാരമ്പര്യമുള്ള, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ പാരമ്പര്യമുള്ള മഠം ദേവീ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം കുറച്ച് കാണിച്ചുകൊണ്ട് മഠം ദേവീ ക്ഷേത്രത്തിൽ നിന്ന് ഏതാണ്ട് 750 മീറ്റർ അകലെ മാറ്റിക്കൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം കുറയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു എന്നതിനെ ചൊല്ലി ഇവിടെ ഒരു വലിയ വിവാദമുണ്ടായപ്പോൾ ആ വിവാദം കൂടുതൽ ആളിക്കത്താതിരിക്കാൻ ഒരു മതസൗഹാർദ്ദത്തിന്റെ ഭാഗമെന്ന നിലയ്ക്ക് കൂടി ഞങ്ങൾ ഈ മൂലം ജലോത്സവ പൈതൃക കർമ്മസമിതി രൂപീകരിക്കുകയും പൈതൃക സമിതിയുടെ ഭാരവാഹികൾ ആറന്മുളയുടെ സമരനായകനായിട്ടുള്ള ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാന്യ ശ്രീ കുമ്മനം രാജശേഖരനെ കണ്ട് ഈ വിവരങ്ങൾ ധരിപ്പിക്കാൻ പോവുകയാണ്. ഏകദേശം 400 വർഷങ്ങൾ പഴക്കമുള്ള ജലോത്സവത്തിന്റെ പാരമ്പര്യവും പൈതൃകവും നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. മഠം മഹാലക്ഷ്മി ദേവിക്കുള്ള ദൃശ്യക്കാഴ്ച ബലിയായിരുന്നു ചമ്പക്കുളം മൂലം വള്ളംകളി. എന്നാൽ വള്ളംകളിയുടെ ആദ്യ നാളുകളിൽ മത്സര വിജയികൾക്കുള്ള ട്രോഫികൾ സമ്മാനിച്ചിരുന്നത് ആചാരപ്രകാരം മഠം ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. പിന്നീട് മഠം ക്ഷേത്രത്തിൽ നിന്നും 250 മീറ്റർ മാറ്റി സൊസൈറ്റി കടവിലായിരുന്നു മത്സര വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തിരുന്നത്. അതേസമയം സൊസൈറ്റി കടവിൽ നിന്നും 300 മീറ്റർ മാറ്റി ചക്കാല കടവിൽ താൽക്കാലിക പവലിയൻ നിർമ്മിച്ച് മൂലം ജലോത്സവത്തിന്റെ പൈതൃകത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ഏതു വിധേനയും ചെറുത്തു തോൽപ്പിക്കുമെന്നും VN ദിലീപ് കുമാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCV. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത് എന്നാണ് പഴഞ്ചൊല്ലും ശാസ്ത്രീയ സത്യവും. എന്നാൽ ഇതറിയാത്ത ഒറ്റ കൂട്ടരേ ഉള്ളൂ. അതാണ് വാട്ടർ അതോറിറ്റി ഓഫീസിലെ വെള്ളം ആനകൾ. കൈനകരിയിൽ മാത്രം 10ഓളം സ്ഥലങ്ങളിൽ ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടിയൊലിക്കുന്നത് KCV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കൈനകരി പഞ്ചായത്തിൽ 10ാം വാർഡ് 60 വീടാണിത്. ഈ വീടിന്റെ മുറ്റത്ത് വാട്ടർ അതോറിറ്റിയുടെ വക പൈപ്പ് ലൈൻ പൊട്ടിയൊലിക്കാൻ തുടങ്ങിയിട്ട് 7 മാസങ്ങൾ പിന്നിടുന്നതായി രാജമ്മ പറയുന്നു.
നിരവധി തവണ വാട്ടർ അതോറിറ്റിയിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടും ജനപ്രതിനിധികളോടുമൊക്കെ പരാതി പറഞ്ഞെങ്കിലും വെള്ളം ഇപ്പോഴും ഒഴുകി പരക്കുകയാണ്. മുറ്റത്തിറക്കിയ പൂഴിയും കുടിവെള്ളത്തോടൊപ്പം ഒഴുകിപ്പോകുന്നു. വെള്ളം കെട്ടിക്കിടന്ന ദുർഗന്ധം വമിക്കുകയും ഒഴുകി റോഡിലേക്ക് ഇറങ്ങുകയുമാണ്. തോട്ടുവാത്തല ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികളും കാൽനടക്കാരും വാഹനങ്ങളുമൊക്കെ ഇവിടെ തെന്നി വീഴുക പതിവാണ്. നാട് മുഴുവൻ കുടിവെള്ളത്തിനായി പരക്കം പായുമ്പോഴാണ് വാട്ടർ അതോറിറ്റിയിലെ വെള്ളാനകളുടെ വക ഈ കലാപരിപാടി. 7 മാസം കൊണ്ട് ഒഴുക്കിക്കളഞ്ഞ വെള്ളത്തിന്റെ പണം ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിന്നും ഈടാക്കണമെന്നാണ് രാജമ്മ പറയുന്നത്. കാരണം ഈ വീട്ടമ്മയ്ക്ക് വെള്ളത്തിന്റെ വില അറിയാം. 7 മാസത്തോളമായി നമ്മുടെ ഈ ഇത് ഇവിടെ ഇങ്ങനെ പൊട്ടി കിടക്കാൻ തുടങ്ങിയിട്ട്, ഈ വെള്ളമില്ല ഒലിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾ പറയേണ്ടടുത്ത് എല്ലായിടത്തും ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടും യാതൊരു പ്രതിഫലവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സ്കൂളിലോട്ട് പോകേണ്ട വഴിയല്ലേ ഇത്, അതിന് പോലും ഇല്ല. അതുപോലും അവര് ശരിയാക്കുന്ന എല്ലാം എന്താണ് വീട് ആണെങ്കിൽ എന്തുമാത്രം മണ്ണ് ഇവിടെ ഇറക്കിയിട്ടിരുന്നു. ആ മണ്ണും എല്ലാം ഒലിച്ച് അങ്ങ് പോയി. എന്റെ വീടിന്റെ എല്ലാം ഭിത്തി വരെ പൊട്ടാൻ തുടങ്ങി. എന്നിട്ട് പോലും ആരോട് എന്തെല്ലാം പറഞ്ഞിട്ടും ആരും അതിന് ഒരു പ്രതികരണം ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന്റെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇതൊന്ന് അടച്ചു കിട്ടണം, അത്രേ ഞങ്ങൾ പറയുന്നുള്ളൂ. അല്ല വേറെ ഇവരിൽ നിന്ന് വല്ലതും കിട്ടണമെന്നോ തരണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾക്ക് അടച്ചു തന്നാൽ ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ഞങ്ങളുടെ ഈ കൊച്ചു കുഞ്ഞുങ്ങളുള്ളതാണ്. ഒന്ന് കക്കൂസ പോകാനോ മറ്റുള്ളവർക്കാണേലും ഒന്ന് പറമ്പ് നടക്കാനോ വാട കൊണ്ട് ഇതിനകത്ത് ഇരിക്കാൻ മേല. ഞങ്ങൾ പലിശയ്ക്ക് കാശ് മേടിച്ചാണ് പിന്നെ അത്രയും പൂഴിയാണ് വാതിക്കര ഇറങ്ങിയിട്ടിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളോ മറ്റുള്ളവരൊന്നും വാതിക്കരണം കേട്ട വഴി പോകുന്നവർക്ക് നാറ്റം കൊണ്ട് ഇരിക്കാൻ മേല ഞങ്ങളുടെ മുറ്റത്ത്. എന്തായാലും ഞങ്ങൾ എന്തുമാത്രം ഞങ്ങൾ അത് ശ്വസിച്ച് ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതേ ഞങ്ങൾ പറയാനുണ്ട്. ഈ ഇതെല്ലാം ഇത്രയൊക്കെ ആയിട്ടും ഇവര് യാതൊരു പ്രതിഫലം ഇവിടെ കയ്യിൽ നിന്ന് കിട്ടാത്തത് എന്താണെന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. കേരളത്തിലെ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് തൊഴിൽ മേഖലയിൽ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 3-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തുമെന്ന് ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള പ്രസിഡന്റ് MK മംഗളാനന്ദൻ. ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിലെ തൊഴിൽ പ്രതിസന്ധികൾ പരിഹരിച്ച് ക്ഷേമനിധി, ഇൻഷുറൻസ്, പരിരക്ഷ തുടങ്ങിയ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നൽകുക, അശാസ്ത്രീയമായ നിയമ നടപടികളിലൂടെ ഉച്ചഭാഷിണി തൊഴിൽ മേഖലകൾക്ക് ഭീഷണിയാകുന്ന പോലീസ് നടപടി അവസാനിപ്പിക്കണമെന്നും മംഗളാനന്ദൻ പറഞ്ഞു. ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖല ഇന്ന് വളരെയധികം നിയമ പ്രതിസന്ധിയിൽ തൊഴില് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഉള്ള ഒരു അവസ്ഥ നേരിടുന്നത് മൂലം അത് സംബന്ധിച്ച് അസോസിയേഷൻ മുഴുവൻ അംഗങ്ങളെയും തൊഴിലാളികളടക്കം അവരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും അടങ്ങുന്ന ക്ഷേമ പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും ഇൻഷുറൻസ് പദ്ധതികളും അതിനൊക്കെ ഗവൺമെന്റ് തലത്തിൽ കിട്ടേണ്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി ഇന്ന് വളരെയധികം സമര മാർഗങ്ങളിലേക്ക് അസോസിയേഷൻ നീങ്ങേണ്ടി വന്നിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ 3-ാം തീയതി ജൂലൈ മാസം 3-ാം തീയതി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിൽ തിരുവനന്തപുരം സൗണ്ട് അസോസിയേഷൻ നടത്തുന്ന ഉജ്ജ്വലമായിരുന്ന ഒരു സമര പരിപാടി, അതിന്റെ വാഹന പ്രചരണ ജാഥയൊക്കെ നടന്നു വരികയാണ്. അതിനോടനുബന്ധിച്ചുള്ള സമരം 3-ാം തീയതി സെക്രട്ടേറിയറ്റ് നടയിൽ നടക്കുമ്പോൾ ആ സമരത്തിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള മുഴുവൻ അംഗങ്ങളും പങ്കെടുത്ത ആ സമരം വിജയിപ്പിക്കണമെന്ന് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നതും അത് സംസ്ഥാന തലത്തിൽ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് കൂടിയ സംസ്ഥാന യോഗ തീരുമാനമനുസരിച്ചും നടപ്പാക്കുന്ന ആ സമരപരിപാടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ മുന്നോട്ട് ഇതിന്റെ പ്രവർത്തനവുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിരവധിയായ തൊഴിൽ പ്രശ്നങ്ങൾ, പോലീസിന്റെ ഭാഗത്തു നിന്നും നിയമം നടപ്പാക്കുന്നതിൽ വരുന്ന വീഴ്ച, ഇരട്ടത്താപ്പ് നയമാണ് പോലീസ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളാവുന്ന സംഘാടകരെ കുറ്റവാളികളാക്കാതെ മയക്കുടമകളെ മാത്രം കുറ്റവാളികളാക്കുന്ന നിയമ നടപടിയിൽ അങ്ങേയറ്റം പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടും അതിന് ശാശ്വതമായ പരിഹാരം കാണുന്നതിനും ആഭ്യന്തര വകുപ്പടക്കം ഉള്ള മന്ത്രിമാരെ അടക്കം കണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുന്നതിനും സജീവമായ പ്രവർത്തനങ്ങളുമായി ജില്ലാ കമ്മിറ്റിയും സംസ്ഥാനതല പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്ന അവസരത്തിൽ നടക്കുന്ന ഈ സമരപരിപാടി, തിരുവനന്തപുരത്ത് 3-ാം തീയതി നടക്കുന്ന സമരവും അതോടനുബന്ധിച്ച് കുട്ടനാട്ടിൽ ജൂലൈ 5-ാം തീയതി അംഗങ്ങൾക്ക് കൊടുക്കുന്ന ഐഡന്റിറ്റി കാർഡ് വിതരണവും മറ്റ് വിവിധ പരിപാടികളുമായി രാമങ്കരിയിൽ ജൂലൈ 5-ാം തീയതി നടക്കുന്ന താലൂക്ക് സമ്മേളനവും ഒക്കെ വിജയിപ്പിക്കണമെന്ന് മാത്രം. മാറി മാറി വരുന്ന സർക്കാരുകളുടെ മുൻപാകെ ഒട്ടനവധി തവണ നിവേദനങ്ങൾ സമർപ്പിക്കുകയും എന്നാൽ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് സമരം സംഘടിപ്പിക്കുവാൻ നിർബന്ധിതരായതെന്ന് അദ്ദേഹം പറഞ്ഞു. മങ്കൊമ്പ് സ്റ്റുഡിയോയിൽ KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു മംഗളാനന്ദൻ. AC റോഡിൽ അടുത്തിടെയുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അപകടങ്ങളുടെ പരമ്പരകൾ സൃഷ്ടിക്കുവാൻ വേണ്ടിയാണോ ഈ റോഡും അതിലെ ഇടുങ്ങിയ പാലങ്ങളുമെന്ന് ആർക്കും തോന്നിപ്പോകും. AC റോഡിലെ വേഗപ്പാച്ചിലിൽ ഏറ്റവും ഒടുവിൽ മരണപ്പെട്ടത് മാമ്പുഴക്കരി കോരവളവ് രാഹുൽ നിവാസിൽ രവീന്ദ്രൻ എന്ന ഗൃഹനാഥനാണ്.
അപകടം നടന്നിട്ട വാഹനം നിർത്താതെ പോവുകയാണ് ഉണ്ടായത്. രാമങ്കരി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. AC റോഡിൽ തുടർച്ചയായ അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നത് ചങ്ങനാശ്ശേരി മുതൽ കളറുകോട് വരെ നീളുന്ന റോഡിൽ പല സ്ഥലങ്ങളിലായുള്ള ഇടുങ്ങിയ പാലങ്ങളാണ്. റോഡിന് 8 മീറ്റർ വീതിയുണ്ട്. എന്നാൽ മനക്കച്ചിറ, മാമ്പുഴക്കരി, ഒന്നാങ്കര, മങ്കൊമ്പ്, പാറശ്ശേരി, പൊങ്ങ എന്നിവിടങ്ങളിലെ ഇടുങ്ങിയ പാലങ്ങൾക്ക് 4 മീറ്റർ വീതി മാത്രമേ ഉള്ളൂ. കിടങ്ങര, നെടുമുടി, പള്ളാത്തുരുത്തി എന്നീ വലിയ പാലങ്ങളും മറ്റ് ചെറിയ പാലങ്ങളിലും വഴിവിളക്കുകളില്ലാത്തത് രാത്രികാല അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു. AC റോഡിൽ നിന്നും ചോരമണം മാറാത്തതിന്റെ മറ്റൊരു പ്രധാന കാരണം വാഹനങ്ങളുടെ മരണപ്പാച്ചിലാണ്. അത് സാധുക്കളെ കൊല്ലുവാനുള്ള പരക്കം പാച്ചിൽ കൂടിയാണ്. ആധുനിക ആഡംബര വാഹനങ്ങളും ടിപ്പർ ലോറിയും മാത്രമല്ല, 40 കിലോമീറ്റർ വേഗപരിധി പാലിക്കേണ്ട വിദ്യാലയ വാഹനങ്ങളുടെയും പോക്ക് കണ്ടാൽ ആരുടെയും ഉള്ളൊന്ന് കാളും. റോക്കറ്റ് പോലെ ചീറിപ്പായുന്ന ബൈക്കുകൾ കണ്ടാൽ ആരും ചോദിച്ചു പോകും, ഇവനെന്താ വായുഗുളിക വാങ്ങാൻ പോവുകയാണോ എന്ന്. ട്രാഫിക് ഗാർഡന്മാരും ഹൈവേ പോലീസും മോട്ടോർ വാഹന വകുപ്പും ഗതാഗത കമ്മീഷണറേറ്റും എല്ലാം ഉണ്ടെങ്കിലും ഈ പരക്കം പാച്ചിൽ ഫലപ്രദമായി തടയുവാൻ കഴിയുന്നില്ല. അപകടത്തിൽപ്പെട്ട ആളെ ആശുപത്രിയിലാക്കുവാനുള്ള സാമാന്യ മര്യാദ പോലും അപകടമുണ്ടാക്കുന്നവർ കാട്ടുന്നില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. അമിത വേഗത്തിൽ ചീറിപ്പായുന്നവർ അപകടത്തിന് അതീതരാണെന്ന അബദ്ധധാരണയും അവർക്കുണ്ട്. അമിതവേഗം പിടികൂടുവാൻ ക്യാമറകൾ പലയിടത്തുമുണ്ട്. എന്നാൽ വാഹനമോടിച്ച ഡ്രൈവർക്കല്ല പലപ്പോഴും പിഴ ലഭിക്കുന്നത്, വാഹനത്തിന്റെ ഉടമസ്ഥനാണ് എന്നതും ശ്രദ്ധേയമാണ്. ട്രാഫിക് നിയമം തെറ്റിക്കുന്നവരെയും അമിത വേഗക്കാരെയും പിടികൂടുന്നതിന് പകരം ഹെൽമറ്റ് വേട്ടയിലാണ് പോലീസിന് താൽപര്യം. മോട്ടോർ വാഹന വകുപ്പാകട്ടെ പൊല്യൂഷൻ ഇല്ലാത്തവരെ പൊക്കി പിഴയടപ്പിക്കുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് KCV. മോദി സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ രാമങ്കരി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. രാമങ്കരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം കോൺഗ്രസ് കുട്ടനാട് ബ്ലോക്ക് പ്രസിഡന്റ് K. ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJPയുടെ സർക്കാർ അധികാരത്തിലെത്തി കേവലം 1 മാസം പിന്നിട്ടപ്പോൾ തന്നെ ആ സർക്കാരിന്റെ തനിനിറം ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ എന്തൊക്കെ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഇതൊന്നും ഭരണത്തിലെത്തുമ്പോൾ പ്രാവർത്തികമാക്കാൻ കഴിയുകയില്ല എന്ന് അവരിപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഡീസലിന്റെയും പെട്രോളിന്റെയും വില വർദ്ധിച്ചിരിക്കുന്നു. നിരവധി തവണ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നരേന്ദ്രമോദി വാക്കുകൊടുത്തതാണ്, ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കുന്നതിന് എണ്ണ കമ്പനികൾക്കുള്ള അധികാരം എടുത്തു കളഞ്ഞിട്ട് ഇത് സർക്കാർ തന്നെ നേരിട്ട് ഏറ്റെടുക്കും എന്ന് പ്രഖ്യാപിച്ചതാണ്. ഇവിടെ റെയിൽവേ കൂലി വർദ്ധിച്ചു, ചരക്ക് കൂലി വർദ്ധിച്ചു, അതും കുത്തനെയുള്ള വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് രാജ്യത്താകമാനം വിലക്കയറ്റം ഇപ്പോൾ രൂക്ഷമായിരിക്കുന്നു. ഇതിനൊക്കെ ഉപരിയായി ഇപ്പോൾ പഞ്ചസാരയുടെ വിലയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എന്തിനു പറയണം, ആധാർ കാർഡിന്റെയും ഗ്യാസിന്റെയും പേരിൽ ഒട്ടേറെ സമരങ്ങൾ നടത്തിയ BJP ഇപ്പോൾ സബ്സിഡി ഇല്ലാത്ത ഗ്യാസിന്റെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഒട്ടും വൈകാതെ സബ്സിഡി ഉള്ള ഗ്യാസിന്റെ വിലയും വർദ്ധിപ്പിക്കുവാനുള്ള ഒരുക്കത്തിലാണ്. യൂത്ത് കോൺഗ്രസ് കുട്ടനാട് അസംബ്ലി മണ്ഡലം പ്രസിഡന്റ് ബെൻസൺ ജോസഫ് അധ്യക്ഷനായി. മാവേലിക്കര പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് സജി ജോസഫ് മുഖ്യ പ്രഭാഷണം നടത്തി. ജോസഫ് ചേക്കോടൻ, പ്രമോദ് ചന്ദ്രൻ, EJ റെജി, തോമസ് PS, അമ്പിളി ജോസ്, ബിനോമോൻ തുടങ്ങിയവർ സംസാരിച്ചു. രാമഗിരി പഞ്ചായത്ത് 1-ാം വാർഡിൽ BSNL ജംഗ്ഷൻ മുതൽ ആറ്റുതീരം വരെയുള്ള റോഡിന്റെ 1-ഘട്ട നിർമ്മാണത്തിന് ഭരണ സാമ്പത്തിക അനുമതി ലഭ്യമാക്കി PWD ഡെപ്പോസിറ്റ് വർക്കായി ചെയ്യുന്നതിന് നടപടി സ്വീകരിച്ചതായി തോമസ് ചാണ്ടി MLA അറിയിച്ചു. 35 ലക്ഷം രൂപ അടങ്കലുള്ള പ്രവൃത്തിക്ക് ഈ മാസം 7-ന് ടെൻഡർ വിളിക്കും. കൈനഗരി പഞ്ചായത്ത് 6-ാം വാർഡിൽ തേവർക്കാട് വെള്ളാമാത്ര റോഡിന്റെ നിർമ്മാണത്തിന് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 55 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ കരാർ ഏറ്റെടുക്കാത്ത സാഹചര്യത്തിൽ 25% അധിക തുക കൂടി അനുവദിച്ച് സർക്കാർ ഉത്തരവായി എന്നും MLA അറിയിച്ചു. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ടുകാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ
മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BAS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. മരുന്നുകളുടെ വില താങ്ങാനാവാതെ സാധാരണക്കാരന് വിഷമിക്കുമ്പോൾ അതിനിയും ഉയർത്തുവാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് മരുന്നു കമ്പനികൾ. പനിയും പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്ന മഴക്കാലത്ത് ഔഷധ വില വർധനവ് ജനങ്ങൾക്കിടയിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ കേന്ദ്ര സർക്കാർ ഔഷധ വില നിയന്ത്രണ നിയമം നടപ്പാക്കിയിരുന്നു. എന്നാൽ ഔഷധ പാക്കറ്റുകളുടെ പുറത്ത് പുതിയ കുറഞ്ഞ വില പതിക്കാതെയും കുറഞ്ഞ വിലയ്ക്കുള്ള പുതിയ സ്റ്റോക്ക് അവശ്യ ഔഷധ സാധനങ്ങൾ മാർക്കറ്റിൽ എത്തിക്കാതെയുമാണ് കുത്തക മരുന്ന് കമ്പനികൾ ഔഷധ വില നിയന്ത്രണ നിയമത്തെ നേരിട്ടത്. ഈ നടപടി രാജ്യത്തെ ആകെ രോഗികളെ വലച്ചു. ഒരു വർഷം തികയുമ്പോൾ ഇതേ ഔഷധ നിയന്ത്രണ നിയമത്തിലുള്ള വർഷാവർഷം പൊതുവില സൂചിക അനുസരിച്ച് ഔഷധങ്ങളുടെ വില വർദ്ധിപ്പിക്കാമെന്ന പഴുതിന്റെ മറവിൽ അവർ മരുന്നുകളുടെ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഔഷധവില നിയന്ത്രണ നിയമത്തിന്റെ പഴുതുകൾ അന്ന് തന്നെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഔഷധ കമ്പനികളിൽ നിന്ന് മരുന്നുകൾ മൊത്തവിലയ്ക്ക് ലഭ്യമാക്കുവാൻ സംസ്ഥാനങ്ങൾ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനുകൾ ആരംഭിക്കുകയാണ് വേണ്ടത്. സർക്കാർ നേരിട്ട് വില കുറച്ച് കമ്പനികളിൽ നിന്ന് മരുന്നുകൾ വാങ്ങുമ്പോൾ സ്വകാര്യ കമ്പോളത്തിൽ ഔഷധങ്ങളുടെ വില വർദ്ധിക്കാതിരിക്കുവാനും കൃത്രിമ ക്ഷാമം ഒഴിവാക്കുവാനും സാധിക്കും. ഒരു വ്യക്തി രോഗത്തിൽ നിന്നും ഉടൻ മുക്തി നേടുന്നത് രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടപ്പെട്ട കാര്യം തന്നെയാണ്. എന്നാൽ സാധാരണക്കാരായ രോഗികൾക്ക് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് സൌജന്യ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതികൾ ഇനിയും വൈകിക്കൂടാ. ജനങ്ങളും വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളും ഭരണകർത്താക്കളിൽ ഇതിനായി സമ്മർദ്ദം ചെലുത്തുകയും വേണം. എങ്കിൽ മാത്രമേ ചികിത്സാ ചെലവ് താങ്ങാനാവാതെ കൂടുതൽ രോഗാതുരമാവുന്ന അവസ്ഥയിലേക്കും കടക്കെണിയിലേക്കും ജനങ്ങൾ വീണുപോകാതിരിക്കുകയുള്ളൂ. ആരോഗ്യമുള്ള ജനത രാജ്യത്തിന്റെ സമ്പത്താണ് എന്ന കാര്യം ഭരണാധികാരികൾ മറക്കാതിരിക്കട്ടെ. ന്യൂസ് ഡെസ്ക് KCV. കുട്ടനാടിൽ രണ്ടാം കൃഷി ഇറക്കിയ പാടശേഖരങ്ങളിൽ കരിഞ്ചാഴിയുടെ സാന്നിധ്യം കൂടുതലായി കണ്ടുവരുന്നതായി മങ്കൊമ്പ് കീട നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. എടത്വ, വിയപുരം, വെളിയനാട് പ്രദേശങ്ങളിലാണ് കരിഞ്ചാഴി വ്യാപകമാവുന്നത്. കർഷകർ കൃഷിയിടങ്ങൾ നിരീക്ഷിച്ച് രാസ നിയന്ത്രണ മാർഗ്ഗങ്ങൾ ആവശ്യമെങ്കിൽ അതത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണം. കരിഞ്ചാഴിക്കൊപ്പം തണ്ടുതുരപ്പന്റെ ആക്രമണവും കാണപ്പെടുന്നുണ്ട്. എല്ലാ പാടശേഖരങ്ങളിലും മിത്രകീടങ്ങളുടെ സാന്നിധ്യം യഥേഷ്ടമുള്ളതിനാൽ കൃഷി ഓഫീസറുടെ നിർദ്ദേശാനുസരണം മാത്രമേ രാസകീടനാശിനികൾ ഉപയോഗിക്കാവൂ എന്നും കീടനിരീക്ഷണ കേന്ദ്രം പ്രോജക്ട് ഡയറക്ടർ അറിയിച്ചു. ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിലെ അധ്യാപകർക്കായി ഏകദിന പരിശീലന ശില്പശാല സംഘടിപ്പിച്ചു. കിടങ്ങറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ശില്പശാല കുട്ടനാട് DEO KR രമാദേവി ഉദ്ഘാടനം ചെയ്തു. ദർശൻ പരിപാടികൾക്ക് നിങ്ങൾ മുൻതൂക്കം കൊടുത്ത് നിങ്ങളുടെയൊക്കെ സ്കൂളുകളിൽ വിദ്യാഭ്യാസ ജില്ലയിൽ അത് ഭംഗിയായി നടപ്പാക്കണം എന്ന് പ്രത്യേകം പറയുകയുണ്ടായി. കഴിഞ്ഞ വർഷവും ഞാൻ മങ്കൊമ്പില് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായിരുന്നപ്പോഴും ഒരു ഉത്സവം പോലെ തന്നെ ഈ ഗാന്ധി ഉത്സവം നടത്തുകയുണ്ടായി. എല്ലാ ആഘോഷങ്ങളോടും കൂടി കലോത്സവങ്ങൾ നടത്തുന്ന അതേ പ്രാധാന്യത്തോടുകൂടി ഞങ്ങൾ ഗാന്ധി ഉത്സവം നടത്തുകയുണ്ടായി. തീർച്ചയായിട്ടും സാർ പറഞ്ഞതുപോലെ ഗാന്ധി ദർശനങ്ങൾ കുട്ടികളിലോട്ട് എത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു നിസ്സാര കാര്യത്തിന് പോലും ഒരു 10 പൈസയ്ക്കാണെങ്കിൽ പോലും തമ്മിൽ വഴക്കിടുക, കത്തി, കുത്ത് എന്ന് വേണ്ട എല്ലാവിധ ദുർമാർഗങ്ങളും അവലംബിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അഹിംസയിലൂടെയും ഗാന്ധി ദർശനിലൂടെയും നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ സമൂഹത്തെ വളർത്തി എടുക്കേണ്ട ഒരു ബാധ്യത അധ്യാപകരായ നമ്മൾക്കുണ്ട്. എന്ത് കാര്യങ്ങളും കുട്ടികളിലൂടെ മാത്രമേ നമുക്ക് അത് പ്രായോഗികമാക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം പ്രസിഡന്റ് രവി പാലത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ ദേവദത്ത് പുറക്കാട്, രമ്യ രവീന്ദ്രമേനോൻ, കുട്ടനാട് സബ് സെന്റർ സെക്രട്ടറി ബിഷ സാബു തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയോടെ ജില്ലയിലെ UP ഹൈസ്കൂളുകളിൽ നടപ്പാക്കുന്ന ഗാന്ധി ദർശൻ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത്.
ചമ്പക്കുളം ബസ് സ്റ്റാൻഡിലെ വെള്ളക്കെട്ടിൽ നട്ടം തിരിഞ്ഞ് യാത്രക്കാർ. ചമ്പക്കുളം ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് വരുന്ന 100 കണക്കിന് രോഗികൾ സാഹസികമായാണ് ആശുപത്രിയിൽ എത്തുന്നത്. ഒരു ചെറുമഴ പെയ്താൽ വെള്ളക്കെട്ടിലാവുന്ന അവസ്ഥയാണ് ചമ്പക്കുളം KSRTC ബസ് സ്റ്റാൻഡിന്റെയും പരിസര പ്രദേശങ്ങളുടെയും അവസ്ഥ. ബസ് സർവീസ് ആരംഭിച്ച് വർഷങ്ങളേറെയായിട്ടും ബസ് സ്റ്റാൻഡ് മണ്ണിട്ട് ഉയർത്തുവാൻ ഇതുവരെ സാധിച്ചില്ല എന്നതാണ് വാസ്തവം. സമീപത്തെ ആറ്റിൽ നിന്നും വെള്ളം ബസ് സ്റ്റാൻഡിലേക്ക് കയറാതിരിക്കുവാൻ ബഡ് നിർമ്മിച്ചത് ബസ് സ്റ്റാൻഡിലെ വെള്ളം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടക്കുവാൻ ഇടയാക്കി. അതേസമയം ചമ്പക്കുളം ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ചികിത്സ തേടിയെത്തുന്നവർ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട അവസ്ഥയാണ് നിലവിൽ. ആശുപത്രിയിലേക്ക് വരുന്നവരും തൊട്ടടുത്തുള്ള കടത്ത് കയറി വരുന്നവരുമായ 100 കണക്കിന് യാത്രക്കാർ ദിവസവും ആശ്രയിക്കുന്ന ഈ പ്രദേശത്തെ ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ ഒഴിവാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മിത്രക്കരി സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂളിൽ കഥകളി അരങ്ങേറി. നളചരിതം 1-ാം ദിവസം കഥയെ ആസ്പദമാക്കിയാണ് കഥകളി നടന്നത്. കഥകളി ചരിത്രത്തിലൂടെയും പാഠപുസ്തകങ്ങളിലൂടെയും മാത്രം കേട്ട് അറിഞ്ഞ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് കാണുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനുള്ള അവസരവുമാണ് കഥകളി നേരിട്ട് കണ്ടപ്പോൾ കുട്ടികൾക്ക് ലഭിച്ചത്. കലാമണ്ഡലം ഗണേശൻ, RLV സുനിൽ, RLV വിജയകൃഷ്ണൻ, നാട്യകല മഹേഷ് എന്നിവർ കഥകളിക്ക് നേതൃത്വം നൽകി. ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ ജൂലൈ 1 അവകാശ ദിനമായി ആചരിച്ചു. സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും 10ാം ശമ്പള പരിഷ്കരണം ജൂലൈ 1 മുതൽ നടപ്പാക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ജീവനക്കാരും അധ്യാപകരും ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി. NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം സീമ S. നായർ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. എന്നാൽ UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്തൊക്കെ തന്നെ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം കൃത്യമായ ഒരു തീയതി മുതൽ നടത്താൻ കഴിയില്ല എന്നുള്ള സമീപനമാണ് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെയും ടേംസ് ഓഫ് റെഫറൻസ് വരുമ്പോൾ മാർച്ച് മാസം 2012 മാർച്ച് മാസം 29-ാം തീയതി ഇറങ്ങിയ ഒരു ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 9ാം ശമ്പള പരിഷ്കരണത്തിന്റെ എല്ലാ നല്ല ആനുകൂല്യങ്ങളും തിരിച്ചു പിടിക്കണമെന്നും അത് 10ാം ശമ്പള പരിഷ്കരണത്തിന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ ഉൾപ്പെടുത്തണമെന്നും UDF ഗവൺമെന്റ് വ്യക്തമായി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ആ ഉത്തരവിൻ പ്രകാരം ഇന്നിറങ്ങിയിട്ടുള്ള ടേംസ് ഓഫ് റെഫറൻസിന്റെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ട് 6ാമത്തെ ക്ലോസ് ആയിട്ട് പറയുന്നത് ആ ശമ്പള പരിഷ്കരണത്തിന്റെ എല്ലാ നല്ല ആനുകൂല്യങ്ങളും ഈ ടേംസ് ഓഫ് റെഫറൻസിലൂടെ തിരിച്ചു പിടിക്കുവാൻ ഈ ശമ്പള പരിഷ്കരണ കമ്മീഷൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. UDF ഗവൺമെന്റ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിലൊക്കെ തന്നെ കേരളത്തിലെ ജീവനക്കാരുടെ വേതന പരിഷ്കരണം വല്ലാതെ വൈകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് നിരവധി പെൻഷൻകാർ നമ്മളോടൊപ്പം ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ പെൻഷൻ പറ്റിപ്പോയ ജീവനക്കാർക്കടക്കം 1/3/2002 സാമ്പത്തിക ആനുകൂല്യങ്ങൾ, ഒരു വേതന പരിഷ്കരണത്തിന്റെ ആനുകൂല്യം ലഭ്യമാകാതെ സിവിൽ സർവീസിൽ നിന്ന് അധ്യാപന രംഗത്തു നിന്നൊക്കെ വിരമിച്ചു പോയ ഒട്ടേറെ ജീവനക്കാർ, പെൻഷൻകാർ നമ്മളോടൊപ്പം ഇവിടെ ഈ ട്രഷറിയുടെ വാതിക്കൽ ഇരിപ്പുണ്ട്. ഡോക്ടർ KG പത്മകുമാർ, SA രാജീവ്, ശ്യാം പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. പുഞ്ചകൃഷിക്ക് കുട്ടനാട്ടിലെ കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ വില അടിയന്തരമായി കൊടുത്തു തീർക്കണമെന്നാവശ്യപ്പെട്ട് BJP കുട്ടനാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്കൊമ്പ് പാടി മാർക്കറ്റിംഗ് ഓഫീസ് പടിക്കൽ ധർണ നടത്തും. ധർണ സമരം BJP ജില്ലാ പ്രസിഡന്റ് വെള്ളിയാകുളം പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇനി ചരമവാർത്തകൾ. മാമ്പുഴക്കരി രാഹുൽ സദനത്തിൽ PG രവീന്ദ്രൻ നിര്യാതനായി. 52 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂലക്കാഴ്ചയുടെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും മുറിവേൽപ്പിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് മൂലം ജലോത്സവ പൈതൃക സമിതി. ഒഴുകി അകലുന്ന ശുദ്ധജലം. കുട്ടനാട്ടുകാർ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെ അലംഭാവത്തിന്റെയും കെടുകാര്യസ്ഥതയും തെളിവാണ് പാഴാകുന്ന ഈ ശുദ്ധജലം.
ശബ്ദവും വെളിച്ചവും നൽകുന്നവർ സമരത്തിലേക്ക്. ഉച്ചഭാഷിണി തൊഴിൽ മേഖലയെ നിശബ്ദമാക്കുന്ന പോലീസ് നടപടിക്കെതിരെ ലൈറ്റ് ആൻഡ് സൗണ്ട് അസോസിയേഷൻ സമരം ഈ മാസം 3-ന്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.